Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് നിഫ്റ്റി, സ്മോൾ ക്യാപ്പ്, അതുപോലെ ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ നമുക്ക് ഇന്ന് നോക്കാം. ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വരാം. നിഫ്റ്റി ഇന്ന് ചെറിയൊരു ഫോൾ ആയിരുന്നു. ഒരു 124 പോയിൻറ്റിൻ്റെ ഒരു ഫോൾ ആയിരുന്നു നമ്മുടെ നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളൊക്കെ അറിയാം, അന്നേരം നമ്മൾ പറഞ്ഞിരുന്നു ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ഒരു സെല്ലിങ് വരുന്നുള്ളത്. ഏകദേശം അതേ റേഞ്ചിൽ തന്നെ ഇപ്പോൾ 2 ദിവസമായിട്ട്, 3 ദിവസമായിട്ട് റെഡ് ക്യാൻഡിലാണ്. പക്ഷേ ഫസ്റ്റത്തെ റെഡ് ക്യാൻഡിലല്ല, അത് നമ്മൾ പോസിറ്റീവ് ക്ലോസിംഗ് ആണ്, ക്യാൻഡിൽ റെഡ് ആണെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു സപ്പോർട്ട് റേഞ്ചിലാണ് ഇപ്പോൾ നിഫ്റ്റി ഉള്ളത്. അപ്പോൾ ഇതേ റേഞ്ചിൽ തന്നെ റിവേഴ്സലാവുന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. ഇവിടുന്ന് റിവേഴ്സ് ആവാൻ സാധ്യതയുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ആ ഒരു ക്യാൻഡിൽ, ഇന്നത്തെ ഒരു ക്യാൻഡിൽ നോക്കിയാലും നമ്മൾ എക്സാക്റ്റ്ലി ആ 25,150 റേഞ്ചിൽ നിന്നാണ് ആ ഒരു വിക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ കറക്റ്റായിട്ട് തന്നെ വിക്ക് മേലോട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളത്തെ കൂടി മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതേ റേഞ്ച് ചിലപ്പോൾ ഒരു കൺസോൾട്ടേഷൻ 1-2 ദിവസം അതിനുശേഷം മേലോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് ഉള്ളത്. ഇപ്പോൾ നമുക്ക് അറിയാം, ആ ഒരു നെഗറ്റീവ് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു വിസയുടെ പ്രശ്നങ്ങളെ കൊണ്ടായിരിക്കാം IT സ്റ്റോക്കുകളിലൊക്കെ ഒരു സെല്ലിംഗ് ഇന്ന് നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മാർക്കറ്റ് ഓവറോൾ ഒരു സെൻറ്റിമെൻറ്റ് ഒരു ബെയറിഷ് ആയിരിക്കും. അതിൻ്റെ ഒരു അതാണ് നമ്മളിന്ന് മാർക്കറ്റ് കണ്ടത്. അപ്പോൾ നിഫ്റ്റിയേക്കാൾ നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് കുറച്ചും കൂടി നമുക്ക് ഒരു ഫാള് കൂടുതലായിട്ട് തോന്നാം. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ പറഞ്ഞൊരു സപ്പോർട്ട് റേഞ്ചാണ് ഈ 18,100, അതുപോലെ 17,950 ആ റേഞ്ച്. അപ്പോൾ അവിടുന്ന് റിവേഴ്സലാവാനുള്ള സാധ്യതയുണ്ട്. കാരണം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സ്മോൾ ക്യാപ്പ് നല്ല രീതിയിൽ മേലോട്ട് പോയതാണ്. അപ്പോൾ ചെറുതായിട്ട് ഇടയിലൊക്കെ സെല്ലിങ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ റേഞ്ചിൽ നിന്നൊക്കെ ഒന്ന് റിവേഴ്സായിട്ട് മേലോട്ട് പോകാനും സാധ്യത ഉണ്ട്. അതല്ല ഇവിടെ തന്നെ റിവേഴ്സ് ആവുമെന്ന് നമുക്കറിയില്ല. എന്തായാലും നാളത്തെ മാർക്കറ്റ് അനുസരിച്ചിട്ടിരിക്കും എങ്ങനെ ഇരിക്കും എന്നുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം. ഓക്കെ, അതുപോലെ നമ്മൾ ഇന്നലെ നമ്മൾ 2-3 സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ ഒരു സ്റ്റോക്ക് SGLTL എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ റേഞ്ചുകൾ എത്തിയിട്ടില്ല, നമ്മുടെ എൻട്രി ഇതിൽ ട്രിഗർ ആയിട്ടില്ല. അതുപോലെ പറഞ്ഞൊരു സ്റ്റോക്കാണ് PNJJL എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക്. ഈ ഒരു സ്റ്റോക്കിൽ നോക്കുകയാണെങ്കിലും ഇതിൽ നമുക്ക് എൻട്രി ആയിട്ടില്ല. കാരണം സ്റ്റോക്ക് മേലോട്ട് പോകണമെങ്കിൽ ഓവറോൾ മാർക്കറ്റ് ഒരു വീക്ക്നെസ് ആയ കാരണം കൊണ്ട് നമുക്ക് ഒന്നിനും എൻട്രി കിട്ടിയിട്ടില്ല. അതുപോലെ നമ്മൾ അവസാനം പറഞ്ഞൊരു സ്റ്റോക്കാണ് അവൻറ്റ്. അതിന് നമ്മൾ ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ ഇന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് പറഞ്ഞിട്ട് ടാർഗറ്റ് ഞാൻ വീണ്ടും നമ്മുടെ ടെലിഗ്രാം ചാനൽ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ കറക്റ്റായിട്ടൊരു നല്ലൊരു മൂവ്മെൻറ്റ് വന്നിരുന്നു ഈ ഒരു സ്റ്റോക്കിൽ. പക്ഷേ ഓവറോൾ മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ കാരണം കൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കൊക്കെ ഇന്ന് ചെറുതായിട്ട് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ ക്ലോസിങ് കിട്ടേണ്ടതായിരുന്നു. എന്തായാലും നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയൊരു സ്റ്റോക്ക് നോക്കാം. അധികം സ്റ്റോക്കുകളില്ല, നമ്മളിന്ന് ഒരൊറ്റ സ്റ്റോക്കാണ് ഡിസ്കസ് ചെയ്യുന്നുള്ളത്. കാരണം മാർക്കറ്റ് വീക്കാകുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റോക്കുകളുടെ എണ്ണം കുറവായിരിക്കും. അതുപോലെ നമ്മൾ അങ്ങനെ എടുത്താൽ മതി. കാരണം നമ്മൾ മാർക്കറ്റ് വീക്കാകുമ്പോൾ ഒരുപാട് സ്റ്റോക്കുകളൊന്നും വാരിക്കോരി എടുക്കാണ്ട് 1-2-3 സ്റ്റോക്കുകളൊക്കെ മാത്രം വാച്ച് ചെയ്യുക. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കുകളും എൻട്രി ആയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റോക്കുകൾ സ്റ്റിൽ നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഉള്ളതാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിലോട്ട് പോകാം. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഈ സ്റ്റോക്ക് ഒരു പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്ത്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ബ്രേക്ക് ഔട്ടാണ്. ഞാൻ അതിൻ്റെ ഒരു വീക്ക്ലി ചാർട്ടോട്ട് മാറ്റാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കണ്ടോ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു റിക്കവറിയാണ്, താഴത്തോട്ട് പോയൊരു സ്റ്റോക്കാണ്. ഒരു വി ഷേപ്പ് റിക്കവറി തന്നെ പറയാം നമുക്ക്. ഈ റേഞ്ചിന് ഈ ലിസ്റ്റ് ചെയ്തിട്ട് ഏകദേശം 2023 ലിസ്റ്റ് ചെയ്താണ്, 2 വർഷത്തോളമായി സ്റ്റോക്ക് കണ്ടോ. നല്ല രീതിയിലൊരു ഫോളോ വന്നു ഈ റേഞ്ചിൽ നിന്ന്. പക്ഷേ നല്ലൊരു വി ഷേപ്പ് റിക്കവറിയാണ് അല്ലേ, നല്ല രീതിയിലുള്ളൊരു റിക്കവറിയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. കാരണം സ്റ്റിൽ ഈ സ്റ്റോക്ക് ഇപ്പോൾ കഴിഞ്ഞ ഈ റേഞ്ചുകളിലൊക്കെ കാണില്ലേ, നല്ലൊരു വോളിയം ബിൽഡപ്പ് കയറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എപ്പോഴും ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ റേഞ്ചിൻ്റെ 153, 154 നോക്കാം നമുക്ക്. 154ൻ്റെ മുകളിൽ ഒരു 1 അവർ ക്യാൻഡിലെങ്കിലും സസ്റ്റെയിൻ ചെയ്താൽ മാത്രം എൻട്രി നമുക്ക് നോക്കാം. എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഒരു പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻട്രികൾ പറയുന്നത്, അതായത് ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ഒക്കെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോ ഫുള്ളി എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്, കാരണം ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. ഓക്കെ, ഈ ഒരു സ്റ്റോക്കിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ ഒരു 154 എബോ നമുക്കിതിലേക്ക് എൻട്രി എടുക്കാം. നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് 144 നമുക്ക് സ്റ്റോപ്പ് ലോസ്, അതിൻ്റെ കളർ മാറ്റാം. 144 സ്റ്റോപ്പ് ലോസും നമുക്ക് ഇതിൻ്റെ ടാർഗറ്റായിട്ട് നമുക്കിതിലേക്ക് ഒരു വലിയ ടാർഗറ്റ് വെക്കാം. സ്റ്റോക്ക് നല്ല സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വലിയ ടാർഗറ്റൊക്കെ വെക്കാൻ പറ്റും. എന്താ, നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് ഒരു 172 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. കാരണം ഈ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സ്റ്റോക്കുകളിൽ പെട്ടെന്ന് തന്നെ നമുക്കൊരു
ഒരു ഫ്യൂ ഡേയ്സിനുള്ളിൽ നല്ലൊരു മൂവ്മെൻറ്റ് കാണാറുണ്ട് പൊതുവേ. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടാർഗറ്റ് ഇങ്ങനെ വെച്ചത്. പൊതുവേ നമ്മൾ എന്താ സംഭവിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഓൾ ടൈം ഹൈയിൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് നടന്ന് നല്ലൊരു മൂവ്മെൻറ്റ് തരും. അതിനുശേഷം സ്റ്റോക്ക് വീണ്ടും ഒരു പുൾ ബാക്ക് തന്നിട്ടായിരിക്കും വീണ്ടും സ്റ്റോക്ക് മേലോട്ട് പോവുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫസ്റ്റ് ടാർഗറ്റിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു മൂവ്മെൻറ്റിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല. അതല്ല, ചില സമയങ്ങളിൽ ചില ആളുകൾ ഈ ബ്രേക്ക് ഔട്ടിന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് പതുക്കെ റീടെസ്റ്റിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഇവിടുന്ന് എൻട്രി നമുക്ക് റിവേഴ്സൽ സൈൻ കിട്ടുമ്പോൾ നമ്മൾ അവിടുന്ന് എൻട്രി എടുക്കും. ഇതിൻ്റെ താഴെ നമുക്ക് അങ്ങനെ സ്റ്റോപ്പ് ലോസും വെക്കുന്ന മെത്തേഡും ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ പൊതുവേ ഇങ്ങനെ ബ്രേക്ക് ഔട്ടിൽ തന്നെ എൻട്രി എടുക്കും. കാരണം നമുക്ക് പറയാൻ പറ്റും, ചില സ്റ്റോക്കിൽ ബ്രേക്ക് ഔട്ട് നടന്ന് അങ്ങനെ മേലോട്ട് തന്നെ പോവും, ചില സ്റ്റോക്കിൽ റീടെസ്റ്റിന് വരും. അപ്പോൾ നമുക്ക് പ്രോബിലിറ്റി കൂടുതലും ഈ റേഞ്ചിൽ നിന്ന് എടുക്കുകയാണല്ലോ. നമുക്ക് സ്റ്റോപ്പ് ലോസ് ഈ താഴെ വെക്കണം. അതപ്പോൾ സ്റ്റോക്ക് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ വേറെ രക്ഷയൊന്നുമില്ല, നമുക്ക് സ്റ്റോപ്പ് ലോസ് മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ട് അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. നല്ല എൻട്രികളൊക്കെ കിട്ടുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേപ്പർ ട്രേഡൊക്കെ ചെയ്തിട്ട് എൻട്രികൾ കറക്റ്റായി ട്രിഗർ ആവുന്നുണ്ടോ, അതുപോലെ ടാർഗറ്റിലോട്ട് സ്റ്റോക്ക് പോകുന്നുണ്ടോ, സ്റ്റോപ്പ് ലോസിൽ വന്നിട്ട് സ്റ്റോക്ക് റിവേഴ്സലാവുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഫുൾ എഡ്യൂക്കേഷനായിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് വാച്ച് ചെയ്യാം. അതായത് പുതുതായിട്ട് മാർക്കറ്റിൽ വന്ന ആൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഡെയിലി ഇതുപോലെ എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുള്ളൂ. അതെല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചെയ്യാനുള്ള ഒരു മൂഡ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുള്ളൂ. കാരണം നമുക്കൊന്നൊരു വരുമാനമൊന്നുമില്ല. കുറച്ച് ആൾക്കാർ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്താൽ തന്നെ ഫ്രീ ടെലിഗ്രാം ചാനലാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് തന്നെ നമുക്ക് കയറി നമുക്ക് നോക്കാവുന്നതാണ്. നല്ല ചാർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.